എല്ലാവർക്കും ചേർന്ന് 39 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സാംസ് നമ്പർ 39. എല്ലാവരും എടുത്തുവെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാമല്ലോ. പ്രൈസ് ദി ലോർഡ്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിന്നിൽ വെച്ചിരിക്കുന്നു. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നോട്ടം എന്നിൽ നിന്ന് മാറ്റണമേ. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്കെല്ലാം ഇടയാക്കിയല്ലോ. അങ്ങയുടെ എല്ലാ വിശ്വസ്തതകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ തിരുവചന ഭാഗത്തെ അങ്ങയുടെ തിരുക്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇതിൽ നിന്ന് വേണ്ടത് ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. അങ്ങയുടെ ആത്മാവ് തന്നെ ഇതിനെ വിവേചിച്ച് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ജനത്തെ ദൈവം മടക്കി അയക്കരുത് വെറുതെ കർത്താവേ. കർത്താവെ, അവർ നിറഞ്ഞവരായി പകൽക്കാലം മടങ്ങിയുവാൻ ദൈവം സഹായിക്കണമേ. ഏത് സാഹചര്യങ്ങൾ അവർ കടന്നു വന്നിരിക്കുന്നെന്ന് കർത്താവ് നന്നായി അറിയുന്നു. കർത്താവെ, അവരുടെ വിഷയങ്ങളെ തൊട്ട് ഈ പകൽക്കാലം ദൈവം അവരോട് സംസാരിക്കണം. പ്രാർത്ഥനയായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം വീണ്ടും അടിയന് ലഭിക്കുവാനും നിങ്ങളുടെ മുമ്പിൽ സങ്കീർത്തനമായി നിൽപ്പാനും ദൈവം തരുന്ന ഈ നല്ല സാഹചര്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. സാംസ് 39 നാം വായിച്ചു കേട്ടു. പലപ്പോഴും ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സോ ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ഇതേത് ആംഗിളിൽ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച് വളരെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഇതേത് ആംഗിളിൽ ഇതിനെ പറയണം. എന്നാൽ ദൈവാത്മാവ് ആ കാര്യങ്ങളെ നന്നായി ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ പകൽക്കാലം ഇതിൽ നിന്ന് അല്പസമയം ഒരു 5 മിനിറ്റിനുള്ളിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ആയിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ തലക്കെട്ടിൽ നാം കാണുന്നു യദൂദൂൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന്. യദൂദൂൻ എന്ന ആളെക്കുറിച്ച് നാം പഴയ നിയമത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിലാണ് കാണുന്നത്. 1 Chronicles 15 ആ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പെട്ടകത്തിനായിട്ട് ദാവീദ് ഒരു സ്ഥലം ഒരുക്കുന്നു, കൂടാരം അടിക്കുന്നു. ദാവീദിന് പഴയൊരു അനുഭവത്തിൽ ഒരു പ്രയാസമുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടകം കൊണ്ടുവരാൻ ആഗ്രഹിച്ച് കടന്നുപോയപ്പോൾ ചിലർ പട്ടുപോകുവാനിടയായി. അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഒരു പ്രയാസത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ദാവീദിനൊരു അറിവുണ്ടാകുന്നു. ലേവ്യരാണ് ഈ പെട്ടകം ചുമക്കുവാൻ യോഗ്യരായിരിക്കുന്നവർ, അതാണ് ദൈവവചനം അനുഷ്ഠിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ദാവീദിന് കഴിയുന്നു. ദാവീദ് ലേവ്യരോട് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് ആജ്ഞാപിക്കുന്നു. തുടർന്ന് 16-ാം അധ്യായത്തിൽ നാം തുടക്കത്തിൽ കാണുന്നു. 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലൊക്കെ നാം കാണുന്നത് പെട്ടകം കൊണ്ടുവന്ന് അതിനായിട്ട് ഒരുക്കിയിരുന്ന സ്ഥലത്ത് അവർ വെക്കുന്നു. അതിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ ദാവീദ് നൃത്തത്തോടും പാട്ടോടും കർത്താവിൻ്റെ സന്നിധിയിൽ പെട്ടകം കൊണ്ടുവരുമ്പോൾ ആരാധിച്ചു വരുന്നത് കണ്ടിട്ട് തൻ്റെ ഭാര്യ പോലും തന്നെ നിന്ദിക്കുന്ന ഒരവസ്ഥ നാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ 41-ഉം 42-ഉം വാക്യങ്ങളിലാണ് യദൂദൂൻ എന്ന ആളെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സോ 1 Chronicles 16:41-42 യദൂദൂൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ശ്രേഷ്ഠനാണെന്ന്
നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2-3 സംഗീത പ്രമാണിമാരെ ദാവീദ് നിയമിച്ചാക്കിയതിൽ ഒരാളാണ് യെദൂഥൂൻ എന്നുള്ളത്. സോ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ നിയമിക്കപ്പെട്ട വളരെ കഴിവുള്ള ഒരാളാണ് യെദൂഥൂൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെദൂഥൂന്യ രാഗം എന്നൊന്ന് നമുക്ക് സാംസ് 62 and 77 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 62-ൻ്റെ ഹെഡിങ്ങിലും 77-ൻ്റെ ഹെഡിങ്ങിലും നമുക്ക് യെദൂഥൂന്യ രാഗം എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. സോ സ്വന്തമായിട്ട് ഒരു കമ്പോസിഷൻ എഴുതിയ ഒരാളാണ് യെദൂഥൂൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അത്രയ്ക്കും പ്രാധാന്യമുള്ള ആളിൻ്റെ അടുത്താണ് ദാവീദ് എന്ത് ചെയ്തത്? ഈ സങ്കീർത്തനത്തെ ഏൽപ്പിച്ചത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ഏത് പശ്ചാത്തലത്തിൽ എഴുതിയപ്പെട്ടു എന്നുള്ളതിന് പല അഭിപ്രായങ്ങളാണുള്ളത്. പ്രൈസ് ലോർഡ്. ചിലർ അഭിപ്രായപ്പെടുന്നത് 38-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് ദാവീദ് ഇതിനെ എഴുതി എന്നാണ്. 38-ാം സങ്കീർത്തനത്തിൽ വളരെ നിരാശയോടെ താൻ ആയിരിക്കുന്നു. 38-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: എനിക്ക് എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. സോ ദാവീദ് ചിലതിനാൽ ബാധിക്കപ്പെട്ട് ഒരവസ്ഥയിൽ എല്ലാവരും തന്നെ തള്ളിക്കളയുന്ന ഒരവസ്ഥ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് 38-ാം സങ്കീർത്തനം കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ നിരാശയിൽ നിന്ന് ഉളവായതാണ് ഈ സങ്കീർത്തനമെന്ന് ഒരു സൈഡ് പറയുമ്പോൾ, 2 തൻ്റെ വാർദ്ധക്യ സമയത്ത് താനിത് എഴുതിയെന്ന് 39-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലുമൊക്കെ കർത്താവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ടുവേർഡ്സ് ഹിസ് ഓൾഡ് ഡേയ്സ്, ടുവേർഡ്സ് ഹിസ് ഡെത്ത് ടൈംസ്, ഹി ഹാസ് റിട്ടൺ ദിസ് വൺ. ദാറ്റ് ഈസ് അനദർ ഒപ്പീനിയൻ. മൂന്നാമത്, ഒന്ന്, ദൈവത്താൽ താൻ ശിക്ഷിക്കപ്പെടുമ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു ദാവീദ് ദൈവസന്നിധിയിൽ പകരുന്ന ചില വാക്യങ്ങളായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഏതിരുന്നാലും നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ദൈവം നൽകി തരുവാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിനെ നാം 3ആയി തരംതിരിച്ച് പഠിക്കാൻ ആഗ്രഹിച്ചാൽ ഈ വാക്യത്തിൽ, ഈ ഒരു സങ്കീർത്തനത്തിൽ, ഒന്ന്, നമ്മുടെ നാവ് സൂക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ആദ്യത്തെ വചനം തന്നെ പറയുന്നത്, അല്ലേ? എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു: നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നാം എത്ര ഭക്തന്മാരാണെങ്കിലും നമ്മുടെ വായ നാം സൂക്ഷിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പോലെ ചെറിയ അവയവമെങ്കിലും അതൊരു വലിയ കാട് കത്തിക്കുവാൻ ശക്തമായതൊന്നാണ് നമ്മുടെ നാവ്. പ്രൈസ് ലോർഡ്. ഈ പകൽക്കാലം ഈ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാവ് നാം സൂക്ഷിപ്പാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് തന്നെ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, 143-ൽ പറയുന്നുണ്ട്, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഇറ്റ്സ് ലൈക്ക് ഒരു ഡോറിൻ്റെ അടുത്തൊരു കാവൽക്കാരൻ നിൽക്കുന്നത് പോലെ ഒരു ഗാർഡിനെ അവിടെ നിർത്തി എൻ്റെ വായെ സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു സങ്കീർത്തനക്കാരനെ നാം കാണുകയാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വി നീഡ് ടു യൂസ് അവർ വേർഡ്സ്, അവർ മൗത്ത് ഇൻ എ വെരി പ്രോപ്പർ വേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട്, സാധാരണയായി പറയുന്ന ഒരു കാര്യമാണ് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന്, അല്ലേ? നമ്മുടെ മുഖത്ത് നോക്കിയാൽ നമ്മുടെ ഉള്ളത്തിലുള്ളത് എങ്ങനെയാണെന്ന് നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. എന്നാൽ നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ നാവും വായും. വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട് ഇസ് വാട്ട് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഓൺ യുവർ ടങ്, ഓൺ യുവർ മൗത്ത്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ, അതിൻ്റെ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്യു ചാപ്റ്റർ 12:34, അതിൻ്റെ ലാസ്റ്റ് പോർഷന് നമുക്ക് കാണാൻ കഴിയുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. സോ ടങ് വായ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ സംസാരിക്കണമെങ്കിൽ വി നീഡ് അവർ ടങ്സ്. സോ ഇറ്റ്സ് ദ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട്. സദൃശവാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ യൂസിങ് അവർ ടങ്സ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ പകൽക്കാലം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ചില അവസരങ്ങളിൽ സംസാരിക്കുന്നത് ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ അവർ പിറുപിറുക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് അനിഷ്ടമായി, അല്ലേ? അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്തായി? ദൈവത്തിന് അനിഷ്ടമായി തീരുവാനിടയായി. നമ്മൾ പറയുന്ന വാക്കുകൾ ഈ പകൽക്കാലം ശോധന ചെയ്യുവാൻ ദൈവം നമ്മൾക്ക് ഇടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തുടർന്നും നാം പഠിച്ചു വരുമ്പോൾ യെശയ്യാവിനെ നോക്കുമ്പോൾ, യെശയ്യാ പ്രവാചകൻ നമ്മുടെ ബൈബിളിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം. ഇറ്റ് ഗോട്ട് 66 ചാപ്റ്റേഴ്സ്.
ഈ 66 ചാപ്റ്റേഴ്സ് എഴുതിയ ആ യെശയ്യാവ് തൻ്റെ പ്രവചന പുസ്തകം തുടങ്ങുമ്പോൾ 5 അധ്യായങ്ങളിൽ പറയുന്നത്, ആദ്യത്തെ 5 അധ്യായങ്ങളിൽ താൻ പറയുന്നത് അയ്യോ അവർക്ക് കഷ്ടം, ആ ജനത്തിന് കഷ്ടമെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്നാൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് താൻ വരുമ്പോൾ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നതും കർത്താവിൻ്റെ ദർശനം തനിക്ക് ലഭിക്കാനിടയായി. താൻ അവിടെ കവിണ് വീണിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അരിഷ്ടതയുള്ളൊരു മനുഷ്യൻ, അല്ലേ, ശുദ്ധിയില്ലാത്ത അധരങ്ങളൊരു മനുഷ്യൻ, അങ്ങനെയുള്ള ജനത്തിൻ്റെ മധ്യേ താമസിക്കുന്നുവെന്ന്. ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ താൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് പറയും, ഞാൻ അരിഷ്ടതയുള്ളൊരു മനുഷ്യനാണെന്ന്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ദൂതൻ തൻ്റെ നാവിന്മേൽ തീക്കനൽ കൊണ്ട് തൊട്ട് തൻ്റെ നാവിനെ ശുദ്ധമാക്കുന്ന ഒരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെയും മറ്റെല്ലാത്തിനെയും വെളിപ്പെട്ട് കിട്ടുവാനും അത് എഴുതുവാനും യെശയ്യാവിന് ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ശുദ്ധിയുള്ള അധരങ്ങളുള്ളവരാണെങ്കിൽ കർത്താവ് നമ്മളെ നിശ്ചയമായും തൻ്റെ വായായി ഉപയോഗിക്കുമെന്നതിനുള്ള തെളിവാണ് തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ ഈ പകൽക്കാലത്തെ ധ്യാനത്തിൽ നമ്മുടെ വായ എപ്രകാരമായിരിക്കുമെന്ന് ശ്രദ്ധിപ്പാൻ നമുക്ക് ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സങ്കീർത്തനത്തിൽ 39:3, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി എന്ന് പറയുമ്പോൾ എന്നിട്ട് നാവ് എടുത്ത് താൻ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നാവ് കൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിനെ സ്തുതിക്കാനാണ്. ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിപ്പാനാണ്. 3-ാമതായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനാണ് ദൈവം നമുക്ക് നാവ് തന്നിരിക്കുന്നത്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ടല്ലോ, യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. സോ ടങ് ഈസ് ഗിവൺ ഫോർ അസ് ടു പ്രേ. ഹല്ലേലൂയ. നാവ് കൊണ്ടുള്ള ചെറിയ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാൽ ഈ നാവ് ശുദ്ധമുള്ളതായിരിക്കാൻ എത്ര പേർ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരാളെ പണിയുവാനിടയായി തീരട്ടെ ഈ പകലിലും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്ത് പുറത്തു പോകണമെന്ന് ഒരു ഗാർഡ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ എന്ത് അകത്ത് വരണമെന്ന് ഒരു ഗാർഡ് തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ വായിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾക്ക് കാവൽ നിർത്തി നമുക്കത് പരിപാലിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. 16 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 16 ഇടങ്ങളിൽ ദാവീദ് തന്നിലേക്ക് തന്നെ നോക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 16 പേഴ്സണൽ റെഫറൻസസ് ഓഫ് ഡേവിഡ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വ്യക്തമായിരിക്കുന്നത്. 1-ാമത്തെ വാക്യത്തിൽ 1-2 കാര്യങ്ങൾ തന്നിലേക്ക് തന്നെ ദാവീദ് നോക്കി പറയുന്നുണ്ട്. എൻ്റെ വഴികൾ, എൻ്റെ വാക്കുകൾ, അല്ലേ, മൈ വേസ്, മൈ ടങ്, മൈ മൗത്ത്. 1-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ. മൈ വേസ്, മൈ ടങ് ആൻഡ് മൈ മൗത്ത്. 3 കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. തന്നിലേക്ക് തന്നെ ദാവീദ് മിണ്ടാതെ ഇരുന്ന് തന്നിലേക്ക് തന്നെ നോക്കുന്ന ഒരവസ്ഥ. തൻ്റെ വായയും തൻ്റെ വഴികളെയും, ഹല്ലേലൂയ, തൻ്റെ നാവിനെയും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു ദാവീദ്. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മൈ പീസ്, മൈ സോറോ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലേ. മൈ പീസ് ആൻഡ് മൈ സോറോ. ഹല്ലേലൂയ. തൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദാവീദിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ. 6-ാമത്തെ വാക്യത്തിലും 4-5 വാക്യങ്ങളിലൊക്കെ വരുമ്പോൾ എൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ അവസാനം, മൈ ഡേയ്സ്, മൈ ഫ്രെയിലിറ്റി, മൈ ഏജ്, അല്ലെങ്കിൽ അതിന് 7-ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രത്യാശ എന്താണെന്നും ദാവീദ് അവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രത്യാശ നിങ്കൽ വച്ചിരിക്കുന്നു, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എന്നും ദാവീദ് അവിടെ പറയുക. പ്രൈസ് ദി ലോർഡ്. വെൻ യു ആർ ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, മേക്ക് ഷുവർ ദാറ്റ് യുവർ ഹോപ്പ് ഈസ് കെപ്റ്റ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പ്രത്യാശിക്കുന്നത് ഏതിലാണെന്ന് നമ്മുടെ സങ്കട സമയങ്ങളിലാണ് നമുക്ക്, ആമേൻ, സ്തോത്രം ചെയ്യുന്നു, കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ കഴിയുന്നത്. ഒരു പ്രയാസം വരുമ്പോഴാണ് നമ്മൾ ഏതിലേക്ക് ആദ്യം ഓടിപ്പോകുന്നതെന്ന് നമുക്ക് കാണുവാനിടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ പ്രത്യാശ കർത്താവിൽ വെപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 12-13 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ കരച്ചിൽ, എൻ്റെ കണ്ണുനീർ, എൻ്റെ പിതാക്കന്മാർ എന്നൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. സോ 16 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 16 ഇടങ്ങളിലേക്ക് ദാവീദ് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സങ്കീർത്തനത്തിൽ തിരിഞ്ഞു നോക്കുക. വഴികളും വാക്കുകളും നാവും എൻ്റെ പ്രത്യാശയും, ഹല്ലേലൂയ, എല്ലാത്തിലേക്കും താൻ തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ. പ്രൈസ് ലോർഡ്. അതിൻ്റെ 1-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നാവിനെ നാം സൂക്ഷിപ്പാൻ ഇടയായിത്തീരട്ടെ. 2, ഹല്ലേലൂയ, സ്തോത്രം, നാം കേവലം ക്ഷണികരാണെന്ന് ഈ പകൽക്കാലം നാം ഓർക്കണം. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എത്ര ക്ഷണികന്മാരാണെന്ന്
ഈ പകൽക്കാലം നമ്മളെ തന്നെ നോക്കുവാൻ ദൈവം നമുക്ക് ഇടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. നമ്മുടെ ജീവനും മരണവും തമ്മിൽ ഒരു ശ്വാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ എടുത്ത ശ്വാസം പുറത്തോട്ട് വിടാൻ കഴിയാത്തതും അല്ലെങ്കിൽ പുറത്തു വിട്ട ശ്വാസം അകത്തേക്ക് എടുക്കാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ അവിടെ തീർന്നു ആ നിമിഷം. പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം ഭയത്തോടും ഭക്തിയോടും ദൈവസന്നിധിയിൽ ഈ പകൽക്കാലമായിരിക്കണമെന്ന് നമ്മുടെ ക്ഷണികതയെ ആലോചിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 4 വിരൽ നീളം എന്നതിനെക്കുറിച്ച് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കിങ്ങനെ ചിന്തിപ്പാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ 4 ഘട്ടങ്ങളാണ് അല്ലേ? ബാല്യമുണ്ട്, തനിക്ക് കൗമാരമുണ്ട്, യൗവനമുണ്ട്, പിന്നെ വാർദ്ധക്യമുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ 4 വിരലിൻ്റെ നീളത്തിൽ നാം എന്തിനായി പ്രത്യാശിച്ചിരിക്കുന്നുവെന്ന് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കുവാനിടയായി തീരട്ടെ. ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നാം എന്തിലേക്കാണ് നമ്മുടെ പ്രത്യാശ എന്ന് നോക്കുവാൻ ഈ പകൽക്കാലം ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 3-ാമതായി പറയുന്ന കാര്യം നാം ഇവിടെ പരദേശികളാണെന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാം. അതിൻ്റെ 12-ാമത്തെ വാക്യം അതിൻ്റെ അവസാനത്തിൽ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ എന്ന് ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ എന്ന് ദാവീദ് തന്നിലേക്ക് തന്നെ നോക്കി പറയുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും പത്രോസും പൗലോസും ഒക്കെ ഈ കാര്യങ്ങളെ ഊന്നി പറയുന്നുണ്ട് അല്ലേ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം പ്രവാസികളും പരദേശികളുമാണെന്ന് പത്രോസ് പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ നാം സകല മനുഷ്യന്മാരിലും അരിഷ്ടന്മാരത്രയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നുവെന്ന് ദൈവവചനത്തിൽ നാം കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം എന്തിനായി പ്രത്യാശിക്കുന്നു? നാം ഇവിടെ പരദേശികളെ പോലെയാണോ ജീവിക്കുന്നതെന്ന് ഈ പകൽക്കാലം ചിന്തിപ്പാൻ ദൈവം നമ്മൾക്ക് ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ സങ്കീർത്തനത്തെ വളരെ പെട്ടെന്ന് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചത്, 1, നമ്മുടെ നാവിനെ ഈ പകൽക്കാലം സൂക്ഷിപ്പാൻ ദൈവം നമ്മൾക്ക് ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 2, നാം എത്ര ക്ഷണികരെന്ന് ഈ പകൽക്കാലം ചിന്തിപ്പാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്. നമ്മുടെ പ്രത്യാശ എവിടെയാണ്? ഈ ലോകത്തിലാണോ, നശിച്ചു പോകുന്ന ഈ ലോകത്തിലാണോ നമ്മുടെ പ്രത്യാശ നാം വച്ചിരിക്കുന്നതെന്ന് ചിന്തിപ്പാനും നാം ഇവിടെ പരദേശികളാണെന്നുള്ള കാര്യം ദൈവം ഈ വാക്യങ്ങൾ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ മറ്റൊരു നിലയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം വിളിച്ച ഒരാളാണ് അല്ലേ? ഇതൊരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണെങ്കിൽ ഹല്ലേലൂയ, ചില നാളുകൾ മിണ്ടാതെ ഇരുന്നിട്ട് മനുഷ്യനോടല്ല താൻ കാര്യങ്ങളെ പറയുന്നത്. ഞാൻ മിണ്ടാതെ ഇരുന്നു, എന്നിട്ട് എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മിണ്ടാതെ ഇരിപ്പാൻ ചില സമയം. പ്രൈസ് ലോർഡ്. എന്നാൽ മനുഷ്യരോട് സംസാരിക്കാതെ ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ പകരുന്ന ഒരു കാര്യം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു ആംഗിൾ കൂടെ അതിനെ ചിന്തിപ്പാനിടയായതിൽ. നമ്മുടെ വിചാരങ്ങളെ അറിയാവുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഈ പകൽക്കാലമായിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം എന്തും പറയാൻ നമ്മുടെ ദൈവത്തോട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന് തൻ്റെ തെറ്റ് മനസ്സിലായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 11-ാമത്തെ വാക്യം, അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴു പോലെ ക്ഷയിപ്പിക്കുന്നുവെന്ന് തനിക്ക് മനസ്സിലായി. തനിക്ക് ശിക്ഷ വന്നത് എൻ്റെ അകൃത്യം കൊണ്ടാണെന്ന് ദാവീദിന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിട്ട്, കർത്താവേ, എനിക്ക് ഇത്രയേ ആയുസുള്ളൂ, ഞാൻ ഇത്ര ക്ഷണികനാണ്, നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ, നമ്മുടെ നാവിനെ സൂക്ഷിപ്പാനും നമ്മുടെ ക്ഷണികത എത്രയെന്ന് മനസ്സിലാക്കുവാനും. ഹല്ലേലൂയ. നമ്മൾ പരദേശികളാണെന്നുമുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതയാത്ര കഴിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ആമേൻ.